ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും നിത്യേന ഒരു 30 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ, വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു 10 ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നമ്മളെല്ലാം മിക്കവാറുമൊക്കെ നടക്കുന്ന ആൾക്കാരാണ്, രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ നടക്കാൻ പോകുന്നതിൻ്റെ ഗുണങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെയിറ്റ് ലോസിനും ഫാറ്റ് ലോസിനും വളരെ നല്ലതാണ് ദിവസേനയുള്ള ഒരു 30 മിനിറ്റത്തെ നടത്തം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും വണ്ണം കുറയ്ക്കാനാണെങ്കിലും കൊഴുപ്പ് കുറയ്ക്കാനാണെങ്കിലും നിങ്ങൾക്ക് 30 മിനിറ്റ് ഡെയിലി നടന്നു കഴിഞ്ഞാൽ വളരെ പ്രയോജനകരമായിരിക്കും. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഗുണമാണ് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഹൃദയത്തിന് നല്ല ശക്തി ഉണ്ടാക്കാനായിട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഇരട്ടിപ്പിക്കാനായിട്ട് വളരെയധികം ഈ നടത്തം, ഒരു 30 മിനിറ്റത്തെ വാക്കിംഗ് സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, മൂന്നാമത്തെ ഗുണമാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കാരണം വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പം മൂന്നാമത്തെ ഗുണമാണ് നമുക്ക് രോഗങ്ങളെ ചെറുക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ, നമ്മൾ ആ ഒരു 30 മിനിറ്റത്തെ ഒരു നടത്തം മൂലം നമുക്ക് രോഗങ്ങളെ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ തടയാനുള്ളൊരു കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ പലതരം അസുഖങ്ങളുണ്ട്, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ, BP, ഇങ്ങനെയുള്ള തൈറോയ്ഡ്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തടയാനായിട്ട് ഈ 30 മിനിറ്റത്തെ ഈ വാക്കിംഗ് നിങ്ങളെ വളരെയധികം സഹായിക്കും. ഓക്കെ, അടുത്ത നാലാമത്തെ ഒരു ഗുണമാണ് നമ്മുടെ ദഹന പ്രക്രിയയെ ശക്തിപ്പെടുത്തും എന്നുള്ളത്. നിങ്ങൾ നിത്യേന ഒരു 30 മിനിറ്റ് നടക്കുന്നതോടുകൂടി നമ്മുടെ ആ ഒരു വയറിൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതായിരിക്കും. നമുക്കുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, IBS പോലുള്ള അസുഖങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളെയും നമുക്ക് ഈ ഒരു 30 മിനിറ്റത്തെ വാക്കിംഗ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പം നടത്തം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചോളൂ, അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നടത്തം എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ല ഒരു ആരോഗ്യം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം പുരാതന കാലഘട്ടത്തിലാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ കാലഘട്ടത്തിലാണെങ്കിലും നടത്തം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വ്യായാമം തന്നെയാണ്. അപ്പം നാലാമത്തെ ഗുണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താൻ ഈ 30 മിനിറ്റത്തെ വാക്കിംഗ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത നമ്മുടെ അഞ്ചാമത്തെയാണ് നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ എനർജിയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഇപ്പം നിത്യേന നമ്മൾ ജോലികൾക്കൊക്കെ പോകുന്നവരാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ജോലികൾ ചെയ്താൽ പോലും നമ്മളെ ശരീരം ക്ഷീണിക്കാത്ത രീതിയിൽ നമ്മളെ നല്ല എനർജിക്കാക്കി വെക്കാനായിട്ട് നമ്മുടെ ഈ ഒരു 30 മിനിറ്റത്തെ നടത്തം നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വാക്കിംഗ് ഒരു അരമണിക്കൂർ നടത്തം നിങ്ങൾ ശീലമാക്കിക്കൊള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടുത്തായിട്ട് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ കൃത്യമാക്കുന്നു എന്നുള്ളതാണ്. മിക്കവാറും നമ്മുടെ ഉറക്കക്കുറവുള്ള നമ്മുടെ പ്രശ്നങ്ങളെ നല്ല രീതിയിൽ മാറ്റിയെടുക്കും ഈ 30 മിനിറ്റത്തെ വാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു ഗുണം എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ല രീതിയിൽ ബൂസ്റ്റ് ആക്കപ്പെടും. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും ഈ ഒരു 30 മിനിറ്റത്തെ നടത്തം കൊണ്ട്. ഓക്കെ, അപ്പം അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി, നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം, നമ്മുടെ ജോയിൻസിൻ്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് പ്രായങ്ങൾ ഒക്കെ ആയി വരുമ്പോഴേക്കും നമ്മുടെ എല്ലുകളുടെയൊക്കെ ശക്തിയൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയമാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 30 മിനിറ്റ് നിങ്ങൾ ദിവസവും നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടും. അതിനൊക്കെ നിങ്ങളുടെ ജോയിൻസിൻ്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുകയും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചെറിയ വീഴ്ചയിൽ പോലും ഉണ്ടാകുന്ന പൊട്ടലുകളെയൊക്കെ അത് തടയാനായിട്ടൊക്കെ ഈ ഒരു നടത്തം നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 30 മിനിറ്റത്തെ വാക്കിംഗ് മൂലം നിങ്ങളുടെ ആ ഒരു ബ്രെയിനിലോട്ടുണ്ടാകുന്ന ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുകയും അതുമൂലം നമുക്ക് ഈ പ്രായമായി വരുന്തോറും ഉണ്ടാകുന്ന ഈ ഡിമെൻഷ്യ, പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങളെയൊക്കെ തടയാൻ സഹായിക്കുമെന്ന് പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു 30 മിനിറ്റത്തെ വാക്കിംഗ് മാത്രം മതിയാവും നിങ്ങൾക്ക് ഈ പ്രായമാകും തോറും ഉണ്ടാകുന്ന ആ ഒരു മറവി രോഗങ്ങൾ, അതിനുള്ള അസുഖങ്ങളെ ചെറുക്കാനായിട്ട് അത് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ്, അങ്ങനെ വിഷാദം പോലുള്ള രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആൻസൈറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം ഈ വാക്കിംഗ് നമ്മളെ സഹായിക്കും. ഓക്കെ, നമുക്ക് വളരെ നല്ല ഒരു ഉന്മേഷവും നമ്മുടെ ഈ മനസ്സിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട്
നമ്മളെ നല്ല രീതിയിൽ ഉന്മേഷവന്മാരാക്കി നമ്മളെ കൊണ്ടുപോകുന്നതിനായിട്ട് ഈ ഒരു 30 മിനിറ്റത്തെ ഈ ഒരു വാക്കിംഗ് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് നമ്മുടെ ഓക്കെ 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 അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞാനിതിവിടെ എഴുതി വെച്ചിട്ടാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതകളുണ്ട്. ഞാനിവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു 30 മിനിറ്റത്തെ വാക്കിംഗ് നിങ്ങൾ പതിവാക്കിക്കോളൂ. നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് നടക്കാം അതിൻ്റെ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഈ തല ചില ആൾക്കാർ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും അവർ നടക്കുന്നത്. ഒരിക്കലും പാടില്ല. നമ്മൾ നേരെ നോക്കി നടക്കുക, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾ നടന്ന് ശീലിക്കുക. അതിനൊക്കെ തന്നെ നിങ്ങൾ നടക്കുന്നതിന് നമ്മുടെ ഒരു സ്പീഡിലോട്ട് വരുന്നതിന് മുമ്പ് ആദ്യത്തെ തുടക്കം ഒരു 5 മിനിറ്റ് നമ്മൾ വളരെ സ്ലോയിൽ വാക്കിംഗ് ആരംഭിക്കുക. അതിനുശേഷം നമ്മൾ വളരെ പതുക്കെ നമ്മുടെ സ്പീഡ് കൂട്ടുക. അതിനുശേഷം നമ്മൾ വാക്കിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ആദ്യം നടന്ന പൊസിഷൻ എന്നുവെച്ചാൽ തുടക്കത്തിൽ നമ്മൾ നടന്ന ആ ഒരു രീതിയിലോട്ട് നമ്മൾ വരിക. അത്രയും സ്ലോയിലോട്ട് നമ്മുടെ നടത്തത്തെ കുറയ്ക്കുക. ഓക്കെ, അത് നമ്മുടെ ഒരു ബോഡി റിലാക്സേഷന് വേണ്ടിയിട്ടാണ്, ബോഡി കൂൾ ഡൗൺ ചെയ്യുന്നതാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പതുക്കെ നടക്കുകയെന്ന് പറയുന്നത് ഒരു ബോഡി വാമപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾ ശീലിക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം വാക്കിംഗ് കഴിഞ്ഞ ശേഷം നിങ്ങൾ 5 മിനിറ്റ് സ്ട്രെച്ചിങ് ചെയ്യുക. അത് വളരെ നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അതിനൊക്കെ തന്നെ നടക്കാൻ പോകുന്ന സമയത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നടക്കാൻ പോവുക. സുരക്ഷിതമായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ ഷൂ ഒക്കെ ഉപയോഗിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും, വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ നടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ്റായിട്ട് നടക്കാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളുടെ ബന്ധുക്കാരുമായിട്ടൊക്കെ നടക്കാൻ പോവുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു 30 മിനിറ്റ് വാക്കിംഗ് നിങ്ങൾ പതിവായിക്കോളൂ. കാരണം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും വരില്ല, നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ബൈക്കുകളിലും അല്ലെങ്കിൽ കാറുകളിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ആർക്കും നടക്കാനൊന്നുള്ള സമയമില്ല, അല്ലെങ്കിൽ അവർക്ക് മടിയാണ്. വീട്ടിനടുത്തുള്ള കടകളിൽ പോലും അവർ ബൈക്കിനകത്ത് കയറിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കാറിനകത്ത് കയറിയിട്ടാണ് പോകുന്നത്. ആരും നടക്കില്ല. അപ്പം ഡോക്ടർമാർ പറയണം നമ്മൾ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നടക്കില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ, നടത്തം, വ്യായാമം പോലുള്ള ആക്ടിവിറ്റീസുകൾ നിങ്ങൾ ഡോക്ടർമാർ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റൂ. അല്ലാതെ ഡോക്ടർമാർ പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നടക്കാൻ പോകണ്ട, ഓടാൻ പോകണ്ട. അത് നമുക്ക് സ്വയം തോന്നിയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു 30 മിനിറ്റ് വാക്കിങ് നിങ്ങൾ കറക്റ്റായിട്ട് ദിവസേന ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊന്നും നഷ്ടപ്പെടാറില്ല. പകരം കിട്ടുന്നത് വളരെയേറെ ഗുണങ്ങളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ബന്ധുക്കാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നടക്കാനായിട്ടൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടാൻ സാധ്യതകളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.